ഹായ്, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു നല്ല റിലേഷൻഷിപ്പിൻ്റെ 4 ഗോൾഡൻ പ്രിൻസിപ്പിൾസ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അടിപൊളിയാണോ എന്നറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മെച്യൂരിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ പക്വത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതൊന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു റിലേഷൻഷിപ്പിൽ തൻ്റെ പാർട്ട്ണറോട് അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയോട് എപ്പോൾ സംസാരിക്കണം, എപ്പോൾ സൈലൻ്റ് ആയിട്ട് നിൽക്കണം, എപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം, എന്തെല്ലാം കാര്യങ്ങളിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു നോളജ് ഉണ്ടായിരിക്കുക. തൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പക്വത ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഓരോ സിറ്റുവേഷൻസ് അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇത്തരം ഒരു ബേസിക് നോളജ് അത്യാവശ്യമാണ്. എങ്കിൽ ആ റിലേഷൻഷിപ്പ് നല്ല സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ഡിസ്കസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. പേഷ്യൻസ് ഇല്ലാത്ത റിലേഷൻഷിപ്പിൽ എപ്പോഴും അടിയായിരിക്കും. പലരും ഡിവോഴ്സായി പോവുക വരെ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ലവ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് തല്ലിപ്പിരിഞ്ഞിട്ടുമുണ്ട്. പേഷ്യൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഓരോ സാഹചര്യത്തിലും എന്തെങ്കിലും ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു വഴക്ക് ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ എടുത്ത് ചാടിയിട്ട് തീരുമാനമൊന്നും എടുക്കാതെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ വെയിറ്റ് ചെയ്യാനുള്ള ഒരു കൺട്രോൾ, എസ്പെഷ്യലി ഇമോഷണൽ കൺട്രോൾ നമുക്ക് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ പോയിന്റുകളുണ്ടല്ലോ, ഇപ്പോൾ മെച്യൂരിറ്റി പറഞ്ഞു, പേഷ്യൻസ് പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം കുറച്ച് കോൺസെൻട്രേഷൻ കൊടുത്താൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഓണസ്റ്റ് ആണ്. എന്താണത്? സത്യസന്ധത. നിങ്ങൾ റിലേഷൻഷിപ്പിൽ എപ്പോഴും നുണ പറയാതിരിക്കുക. അത് മാത്രം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. നുണ പറഞ്ഞു എന്നുള്ളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു വിശ്വസ്തത നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലെ? റിലേഷൻഷിപ്പിലുള്ള ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നമ്മൾ ഏച്ചുകൂട്ടിയ പോലെയുള്ള ഒരു പോക്കായിരിക്കും. പിന്നീട് അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വളരെയധികം പ്രയാസമായിരിക്കും. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ നാലാമതായിട്ട് പറയുന്നത് റെസ്പെക്റ്റ് ആണ്. റെസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തിക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കുക, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് എതിര് നിൽക്കാതിരിക്കുക, അവർക്ക് എന്താണോ ആഗ്രഹമുള്ളത് ആ ആഗ്രഹത്തെ സപ്പോർട്ട് ചെയ്യുക, അവരെന്തെങ്കിലും ഇമോഷണലായിട്ട് പറയുമ്പോൾ അത് നന്നായിട്ട് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കുക. പിന്നെ അതുപോലെ തന്നെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ അവരെ ഉപദ്രവിക്കാതിരിക്കുക, അഥവാ ഫിസിക്കലി അടിക്കാതിരിക്കുക, അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് തെറി വിളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിലൂടെ ആ ഒരു റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 4 കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. മെച്യൂരിറ്റി, രണ്ടാമതായിട്ട് പറഞ്ഞത് പേഷ്യൻസ്, മൂന്നാമതായിട്ട് പറഞ്ഞത് ഓണസ്റ്റ്, പിന്നെ നാലാമതായിട്ട് പറഞ്ഞത് റെസ്പെക്റ്റ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ എല്ലാവരുടെ റിലേഷൻഷിപ്പും മനോഹരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.